ഇറാന്റെ ഔദ്യോഗിക മാധ്യമത്തിന് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നു. തത്സമയ പരിപാടിക്കിടെയാണ് ആക്രമണം ഉണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. റോയിട്ടേഴ്സ് പങ്കുവയ്ക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാം. ഇറാന്റെ ഔദ്യോഗിക മാധ്യമത്തിനു നേരെയാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നത്. തത്സമയ പരിപാടി നടക്കുന്നതിനിടയിലായിരുന്നു ആക്രമണം. സായ്കുമാർ വാർഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. സായ്കുമാർ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? നേരത്തെ ടെഹ്റാനിൽ നിന്ന് ആളുകൾ ഒഴിയണമെന്ന് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് വരുന്നു. ഇപ്പോൾ ടെല്ലവീവിൽ നിന്ന് ആളുകൾ ഒഴിയണമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ് വരുന്നു. മിസൈൽ ആക്രമണം എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അല്പം മുമ്പ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു. ടെഹ്റാനിൽ നിന്ന് മുഴുവൻ ജനങ്ങളും ഉടൻ തന്നെ ഒഴിയണം, തങ്ങളിതാ സൈനിക നടപടികൾ ആരംഭിക്കുകയാണ് എന്ന്. ആ മുന്നറിയിപ്പ് വന്ന് ഏതാനും മിനിറ്റുകൾക്കകമാണ് വ്യാപകമായി ഇപ്പോൾ ടെഹ്റാനിൽ മിസൈൽ ആക്രമണം, വ്യോമാക്രമണമൊക്കെ നടക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അതിനോടൊപ്പമാണ് IRIB ചാനലിൽ തത്സമയ സംപ്രേഷണം നടക്കുന്നതിനിടെ ഈ മിസൈൽ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ തന്നെ പതിച്ചിരിക്കുന്നത്. വ്യാപകമായ സംഘർഷം ഇപ്പോൾ ഇവിടങ്ങളിൽ നടക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. സൈനിക ക്യാമ്പിലടക്കം ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണം നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. വലിയ നാശനഷ്ടമുണ്ടായതായുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അതേ സമയത്ത് തന്നെ ടെൽ അവീവിലേക്ക് തങ്ങളും ഇത് ആക്രമണം നടത്താൻ പോകുന്നു എന്ന് ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള മുന്നറിയിപ്പും വരുന്നുണ്ട്. അവിടെയുള്ള ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ഇറാനും ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഇരു രാജ്യങ്ങളും നേർക്കുനേർ തന്നെയാണ് ഇപ്പോൾ എന്ന് പറയേണ്ടി വരും. വടക്കൻ ഇസ്രായേലിലാണ് ഇപ്പോൾ ഡ്രോൺ ആക്രമണം കടുപ്പിച്ചിട്ടുള്ളത്. ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ അത് പറയുകയും ചെയ്തിരുന്നു. സൈറണുകൾ അടക്കം മുഴങ്ങി അവിടെ സുരക്ഷിതമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ വീണ്ടും ആ മേഖലകളിൽ വലിയ ആക്രമണം നടക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. എന്തായാലും ഔദ്യോഗിക മാധ്യമത്തിന് നേരെ, അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിന് നേരെ തന്നെ ആക്രമണം നടക്കുന്നു എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കുറെ കൂടി സങ്കീർണമാവുകയാണ്. സുജിയ, വലിയ സംഘർഷത്തിലേക്ക് പോവുകയാണ്. ഇരു രാജ്യങ്ങളുടെയും മുന്നറിയിപ്പുകൾ, അതായത് ഞങ്ങൾ ആക്രമിക്കാൻ പോകുന്നു എന്ന മുന്നറിയിപ്പോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഈ ആക്രമണങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ വരുന്ന വാർത്തകൾ വളരെ ഡിസ്റ്റർബിംഗ് ആയ വിഷ്വൽസ് കൂടിയാണ്. IRIB ചാനൽ ആസ്ഥാനത്തെ തത്സമയ പരിപാടിക്കിടയിൽ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഡ്രോൺ മിസൈൽ ആക്രമണമാണ് എന്നാണ് നമ്മൾ ഇപ്പോൾ കരുതുന്നത്. അതേസമയം തന്നെ ഇറാൻ്റെ ടെഹ്റാനിൽ എല്ലാ ആളുകളും ഒഴിഞ്ഞു പോകണമെന്ന ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പ് വരുന്നതിന് തൊട്ടു പിന്നാലെ ടെല്ലവീവിൽ നിന്ന് എല്ലാ ഇസ്രായേലികളും ഒഴിഞ്ഞു പോകണമെന്ന ഇറാൻ്റെ മുന്നറിയിപ്പും എത്തുന്നു എന്നുള്ളതാണ്. ദ ഇസ്ലാമിക് റിപ്പബ്ലിക് ഈസ് പ്രിപ്പയർഡ് ഫോർ എ വെരി മേജർ സ്ട്രൈക്ക് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേലും ഇറാനും എന്നുള്ളതാണ്. തുടർച്ചയായി ഇസ്രായേലിൻ്റെ നഗരങ്ങൾ ആക്രമിച്ചുകൊണ്ടുള്ള ഇറാൻ്റെ ആക്രമണം നടക്കുന്നു. അതേസമയം ഇറാൻ്റെ ഔദ്യോഗിക മാധ്യമത്തിനു നേരെ ഇസ്രായേലിൻ്റെ ആക്രമണം നടക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഇപ്പോൾ ഇറാന്റെ ഔദ്യോഗിക മാധ്യമത്തിനു നേരെ നടന്ന IDFന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഏറ്റവും പുതിയ വിവരം, മിലിറ്ററി ടാർഗറ്റ്സ് ആർ കറന്റ്ലി ബീയിങ് സ്ട്രക്ക് ഇൻ ടെഹ്റാൻ. മോർ ഡീറ്റെയിൽസ് ഓഫ് ദ സിറ്റുവേഷൻ പ്രോഗ്രസസ്. അതായത് ടെഹ്റാനിൽ കൂടുതൽ ആക്രമണങ്ങൾ നടക്കുന്നു. ഇസ്രായേൽ തുടർച്ചയായി സൈനിക കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിടുന്നത്. സൈനിക കേന്ദ്രങ്ങളും മാധ്യമങ്ങളുമാണ് ഇപ്പോൾ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്. ഇപ്പോൾ ഇറാന്റെ സ്റ്റേറ്റ് TV റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയുണ്ടായ IRIB ഉണ്ടായ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിന്റെ ആക്രമണം തുടരുന്നു എന്നതാണ് അവിടെ തത്സമയം ഇപ്പോൾ വാർത്തകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇറാൻ മിലിറ്ററിയുടെ ഒരു ഔദ്യോഗിക പോസ്റ്റ് വന്നിട്ടുണ്ട്. എ ഫിയറി നൈറ്റ് അവേറ്റ്സ് ദ എനിമി. ഈ രാത്രിയിൽ ശത്രുക്കളെ കാത്തിരിക്കുന്നത് ഭീതിജനകമായ രാത്രി, ഒരു ഭീതിജനകമായ രാത്രിയായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഇറാൻ മിലിറ്ററി തങ്ങളുടെ ഔദ്യോഗിക സാമൂഹിക മാധ്യമ പോസ്റ്റിൽ പങ്കുവച്ചിരിക്കുന്നത്. ടെഹ്റാനിലെ പ്രധാന കെട്ടിടങ്ങൾ തകരുന്നു, ഓഫീസുകളിൽ ടെഹ്റാനിലെ സിവിലിയൻസിനോട് ഒഴിഞ്ഞു പോകാനായി ഒരു എവാക്വേഷൻ വാർണിംഗ് നേരത്തെ തന്നെ IDF കൊടുത്തിരുന്നു, ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സസ് കൊടുത്തിരുന്നു, അതായത് ഫാർസി അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന്. IRIB ചാനലാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ആ IRIB എന്ന ഇറാന്റെ ഔദ്യോഗിക ചാനലിൽ തത്സമയ പരിപാടിക്കിടെയാണ് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ആ ആക്രമണത്തിന് ശേഷം തുടർച്ചയായി സൈറണുകൾ ടെഹ്റാനിൽ മുഴങ്ങി. അതേസമയം ടെല്ലവീവിൽ നിന്നും വിവരങ്ങൾ വരുന്നുണ്ട്. ടെല്ലവീവിലും ഇപ്പോൾ സൈറണുകൾ മുഴങ്ങുന്നു എന്നാണ് അറിയുന്നത്. വ്യോമാക്രമണം ഇസ്രായേൽ കടുപ്പിക്കുന്നതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായി ഡ്രോണുകളും മിസൈലുകളും ടെഹ്റാൻ കേന്ദ്രമാക്കി ഇസ്രായേൽ അയക്കുന്നു. അതിൽ ഇറാൻ മിലിറ്ററിയുടെ പ്രതികരണം വന്നിരിക്കുന്നു. ശത്രുക്കളെ കാത്ത് ഒരു ഭീതിജനകമായ രാത്രി ഇരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇറാൻ മിലിറ്ററി കൊടുക്കുന്ന വാണിംഗ്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലും ഇറാനും ഒരു തുറന്ന യുദ്ധത്തിന്റെ വക്കിലേക്ക് പോയിരിക്കുന്നു എന്നാണ്. അതിലിപ്പോൾ USS നിമിറ്റ്സ് മിഡിൽ ഈസ്റ്റിലേക്ക് എത്തുന്നു എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്.